ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനതാ എൻ്റെ കാലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ കാലത്തെ ഓർഡറൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. മോള് കോളേജിലേക്ക് പോയി, മോന് ട്യൂഷന് പോയിട്ട് അവൻ അങ്ങനെ സ്കൂളിലേക്ക് പോകും കേട്ടോ. അവർ കഴിക്കാനുള്ള പൈസ കൊണ്ടുപോയിട്ടുണ്ട്. അവർ പുറത്തുനിന്ന് കഴിക്കട്ടെന്ന് ചെയ്യാം. ഇന്നിപ്പോൾ ഞാനിതാ പുട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. ഞാനൊക്കെ തന്നെ ഉള്ളൂ പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പുട്ടിന് തേങ്ങ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കാനുള്ള കാരണം തന്നെ ഉണ്ണിയപ്പത്തിന് പൊടിച്ച പൊടി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ കൂടെ വറുത്തെടുക്കുകയാണ്. നമ്മൾ വറുത്തെടുത്ത പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടിനൊരു പ്രത്യേക സ്വാദായിരിക്കില്ലേ. അങ്ങനെ ഞാൻ പൊടിയൊക്കെ വറുത്തെടുത്തതിന് ശേഷം കടല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് കടലക്കറി വയ്ക്കണം. പിന്നെ കുടിക്കാനുള്ള വെള്ളത്തിനൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ചോറ് പിന്നെ മോള് കോളേജിലേക്ക് പോകുമ്പോഴേക്കും ആവട്ടോ, അവൾക്ക് ചോറ് കൊണ്ടുപോകണം കോളേജിലേക്ക്. അങ്ങനെ പൊടിയൊക്കെ വറുത്തതിന് ശേഷം ഞാൻ കുറച്ച് പുഴഞ്ഞെടുത്തിട്ട് മാറ്റുകയാണ് കേട്ടോ. ഇന്നും ഒരേപോലത്തെ പുട്ടുണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഇന്നൊന്ന് കളർഫുള്ളാക്കാമെന്ന് വെച്ചു കേട്ടോ പുട്ടിനെ. അങ്ങനെ ഞാൻ രണ്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ സാധാരണ നമ്മൾ പുട്ടുപൊടിക്ക് നനയ്ക്കുന്ന പോലെ തന്നെ നനച്ചെടുക്കുകയാണ്. അങ്ങനെ അതിനെയൊക്കെ നനച്ചെടുത്തതിന് ശേഷം ഞാൻ അടുത്തതിലേക്ക് കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊടി നനച്ചെടുക്കുകയാണ്. അങ്ങനെ പുട്ടുപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടില്ലേ. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കണം. പുട്ടുമാതിരി വെള്ളം വെച്ചിട്ട് അതൊക്കെ ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടും കുറ്റിയിൽ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ 2 പൊടി മാറി മാറി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പുട്ടിനൊക്കെ ആവി കയറ്റാൻ വെച്ചിട്ട് കടലക്കറിയും കൂടി അങ്ങോട്ട് വെക്കാൻ പോകണം. കടലിനൊക്കെ വേഗം വെച്ചിട്ട് പിന്നെ കടല താളിക്കാനുള്ളതൊക്കെ റെഡിയാക്കുകയാണ്. പുട്ടൊക്കെ ആവി വരുന്നുണ്ട് കേട്ടോ. പുട്ട് വെന്തിട്ട് ഞാനത് അതെടുക്കുകയാണ്. പുട്ടൊക്കെ കുത്തിരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കടലക്കറി വെച്ചിട്ട് അതിനൊന്ന് താളിച്ച് കൊടുക്കുകയാണ്. സിമ്പിൾ കടലക്കറിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് ഞാൻ ഇക്കും കൂടി കഴിക്കുകയാണ്. ചായ കൂടെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ. പിന്നെ പരിപ്പിന് ഞാൻ കുറച്ച് വേകാനിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പരിപ്പ് കറി ആട്ടോ വയ്ക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങണം കേട്ടോ. മുറ്റത്തൊന്ന് അടിച്ച് വൃത്തിയാക്കണം. സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കും വേണം. ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ്. തുടയ്ക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റത്ത് നല്ല ചടിയുള്ള ഭാഗത്ത് ഇതുപോലെ വെള്ളം വെച്ചിട്ടൊന്ന് കഴുകി വിടും. ഇനി ഇവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. പിന്നെ ചിക്കനുള്ള കറി വെക്കണം. എന്തെങ്കിലും ഉപ്പേരിയോ വറുത്തതെന്തെങ്കിലും ഉണ്ടാക്കും വേണം. ഇത്രയൊക്കെ കൊണ്ട് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണേ.